എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഓർമ്മ ഉണ്ടാകുമെന്നു കരുതുന്നു. 2003 ഒക്ടോബർ 7 പലരും മറന്നിരിക്കാം. എന്നാൽ മറക്കാത്തവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. ഇസ്രായേലിൻ്റെ ഗ്രാമമായ നോവാൽ എന്ന സ്ഥലത്തുണ്ടായ അതിദാരുണമായ പൈശാചികമായ, ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു കൂട്ടക്കൊല നടത്തി വളരെ വിചിത്രമായ രീതിയിൽ ആ കലാശക്കോട്ട കാണിച്ച് അള്ളാഹു അക്ബർ എന്നുള്ള പേരും പറഞ്ഞ് കുറേ ആൾക്കാരെയും ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയ ഹമാസിൻ്റെ വീര ചരിത്രം. ഇന്ന് ആ ഹമാസിന് സ്തുതി പാടുന്ന കുറേ മാധ്യമ ശില്പികൾ, അവർക്കിന്ന് അവരെപ്പറ്റി പറയാനാണ് ഉള്ളത്. മറിച്ച് അന്ന് കാട്ടിക്കൂട്ടിയ ക്രൂരതകളെക്കുറിച്ച് അവർ മറന്നുപോയിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് വലിച്ചെറിയുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വച്ച് സ്വന്തം മക്കളെ കൂട്ടബലാത്സംഗം നടത്തി. സ്ത്രീകളുടെ മാറിടങ്ങൾ കുത്തിപ്പൊളിച്ച് അതിൽ രതിവിക്രിയ നടത്തി. അതായത് ഒരു രീതിയിലും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള മോശമായ വൃത്തികേട്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഓരോ വൃത്തികേട് കാണിച്ചവന്മാരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ മോശമായ കൃത്യങ്ങളെ അത് നല്ല പ്രവൃത്തികളായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് പറയാൻ നാണക്കേടുണ്ടാകും. ഒന്ന് പറയാം, അന്ന് ഹമാസ് അവിടെ നടത്തിയ അതേ മോഡൽ ആക്രമണം, അതേ മോഡൽ പ്രവൃത്തികൾ വളരെ വൈകാതെ തന്നെ ഇവിടെ ഹമാസി പ്രേമികളായി നടക്കുന്നവരിൽ കൂടി ആദ്യം കിട്ടാൻ പോണ പ്രഹരം ഈ മാധ്യമ ശില്പികൾക്കായിരിക്കും. നിങ്ങളിന്ന് സൈലൻസ് ആകുന്നു, നിങ്ങൾ കണ്ണടയ്ക്കുന്നു, നിങ്ങളുടെ വായടയ്ക്കുന്നു, നിങ്ങളുടെ ചെവി അടയ്ക്കുന്നു. ഇത് എല്ലാം താൽക്കാലികമെന്ന് കാണുക. തെറ്റ് ഇസ്രായേൽ ചെയ്തില്ല എന്ന് പറയുന്നില്ല. ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ ഗ്യാസ് ചേമ്പറിലും മറ്റും കൊന്നൊടുക്കിയ ഹിറ്റ്ലറിൻ്റെ കഥ അറിയുമല്ലോ. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പീഡനം അനുഭവിച്ച ഒരു കൂട്ടരല്ലേ ഇസ്രായേലികൾ. അവർ ഇസ്രായേൽ എന്നുള്ള സ്ഥലത്ത് വന്നു, അവിടെ സെറ്റിലായി. അവർ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവരുടെ വളർച്ച, അവർ ഉപദ്രവിക്കുന്നത് അവരെ ഉപദ്രവിക്കുന്നവർ, അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നവരെ അവരെ നശിപ്പിക്കുന്നു. അത് പാരായിരുന്നാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ, നമ്മുടെ റൈറ്റ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതേത് രീതിയിലും അതിനെ എതിർക്കും. അത് ലോകസഹജം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ, ചില മാധ്യമങ്ങളല്ല, ഏതാണ്ട് ചില മുൻനിരയിലുള്ള മാധ്യമങ്ങൾ ഇത്ര മോശമായ രീതിയിൽ അധംപതിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കേവലം പരസ്യത്തിന് വേണ്ടി ഏത് മതഭ്രാന്തന്മാരോടും കൂട്ടുപിടിച്ച്, ഏത് വർഗീയവാദികളോടും കൂട്ടുപിടിച്ച് അവർക്ക് വേണ്ടതെല്ലാ പണികളും ചെയ്തു കൊടുത്ത് അവൻ്റെ ചില്ലിക്കാശും കൈപ്പറ്റി രാജ്യത്ത് ഒറ്റിക്കൊടുക്കുന്നവരായിട്ട് മാത്രമേ ഇവരെ കാണാൻ പറ്റൂ. ഇവർ നല്ലതല്ല ചെയ്യുന്നത്, മറിച്ച് ഇവർ സമൂഹത്തിന് ഹാനികരമായ പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്.
ഇസ്രായേൽ പാലസ്തീൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ കൊന്നെടുക്കുന്നത് ആരാണ്? പത്രത്തിൽ ഇസ്രായേലും, എന്നാൽ പ്രായോഗികമായി ഇതിൻ്റെ കാരണക്കാർ ഹമാസുകളാണ്. പാലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് സമാധാനം വേണം, ഒക്കെ വേണം. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ് ഹമാസിൻ്റെ നേട്ടം. അതിനുവേണ്ടിയാണ് ഹമാസ് ശ്രമിക്കുന്നത്. തുരങ്കങ്ങൾ സ്ത്രീകളും മദ്യവും വെച്ച് ഉപയോഗിച്ച് വല്ലപ്പോഴും ഇടയ്ക്ക് പുറത്തിറങ്ങി വരിക, കാണുന്നവർ വെടിവെച്ച് കൊല്ലുക, വീണ്ടും ഉള്ളിലേക്ക് കയറി പോവുക. ഇത് റിറ്റാലിയേറ്റ് ചെയ്യാൻ ഇസ്രായേൽ കടന്നുകൂടുന്നു. ഇസ്രായേൽ കാണുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. കാരണക്കാരാരാണ്? ഈ ഹമാസ് വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് തീരാം എന്നുള്ളതേ ഉള്ളൂ ഈ പാലസ്തീൻകാർ സഹിക്കുന്ന പീഡനങ്ങൾ. പാലസ്തീനിലുള്ള ആൾക്കാർ മുന്നിൽ നിർത്തുന്നു, ഇവർ തന്നെ വെടിവയ്ക്കുന്നു, ഇവർ തന്നെ അവരെ വഹിക്കുന്നു. എന്നാൽ ഇസ്രായേലും വധിക്കുന്നു, ബോംബൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈക്വലായിട്ട് ഇസ്രായേലും ഹമാസും ഒരേ രീതിയിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് പാവം പാലസ്തീനികൾ. പ്രധാനപ്പെട്ട മലയാളീസിനോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഇസ്രായേലികളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേലികൾ എന്തും ചെയ്യും. അവരെ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരനുഭവിച്ച യാതനകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പീഡനം അവർ ഏറ്റുവാങ്ങി ജീവിക്കുന്നവരാണ്. അവരങ്ങോട്ട് ചെന്ന് ആരെ ഒന്നും ഉപദ്രവിക്കാൻ പോയില്ല. ഇങ്ങോട്ട് വന്നാൽ അവരങ്ങോട്ട് അടിക്കുന്നു. അത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ പല സന്ധ്യ സംഭാഷണങ്ങൾ നടക്കുന്നു. എന്തിനാണ്? ഹമാസ് നിർത്തില്ല, ഹമാസ് ബന്ദികളെ കൈമാറില്ല, ഹമാസ് യുദ്ധം നിർത്തില്ല, ഹമാസ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു തീരാവ്യാധിയായി തുടർന്നുകൊണ്ടേയിരിക്കും. പലസ്തീനുകൾ അവർ ഈ ദുഃഖം ഏറ്റുകൊണ്ട് എന്ന് പാലസ്തീനികൾ ഹമാസിനെ ഒഴിവാക്കുന്നു, അന്ന് അവർക്ക് സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എന്നവർ ഹമാസിനെ വിശ്വസിച്ച് ഹമാസിന് അവരുടെ നേതൃത്വ നിരയിൽ മുൻനിർത്തിയാണെങ്കിൽ അവരെത്ര കണ്ട് ബുദ്ധിമുട്ടുന്നോ അതിൻ്റെ 100 ഇരട്ടി വീണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും. അറബ് രാജ്യങ്ങളോട് പറയാനുള്ളത്, എനിക്കിപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അറിയില്ല, ഈ അറബ് രാജ്യങ്ങളുടെ സംരക്ഷണയിൽ അവർ കൊടുക്കുന്ന സാമ്പത്തിക ആനുകൂല്യത്തിലും ഞെളിഞ്ഞ് ജീവിച്ച് സന്തോഷമായിട്ട് പെണ്ണും മദ്യവുമായിട്ട് കഴിഞ്ഞുകൂടുന്നത് ഹമാസ്. മറ്റ് അറബ് രാജ്യങ്ങൾ കൊടുക്കുന്ന സമാധാന തുകകളെല്ലാം അത് പോയി എത്തുന്നത് ഹമാസിൻ്റെ കയ്യിൽ. അവർ ജീവിക്കുന്നു, അവർ ഉല്ലസിക്കുന്നു, അവർ ചിലപ്പോൾ ഇസ്രായേലിൻ്റെ വെടിയേറ്റ് മരിക്കുന്നു. പാവം. ഇനിയെങ്കിലും ഈ പാലസ്തീനികളെ വെറുതെ വിടുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഈ ഹമാസിനോട് പറയുന്നു, നിങ്ങൾ ആ സ്ഥലം വിട്ട് നിങ്ങൾ വേറെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടേക്ക് പോകും. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് വേറെ ജോലിയില്ല. നിങ്ങൾക്ക് മനുഷ്യനെ കൊല്ലുക, തീവ്രവാദം നടത്തുക, ഇത് മാത്രമേ നിങ്ങളുടെ മുഖ്യ ലക്ഷ്യമുള്ളൂ. എന്നിട്ട് 100 തവണ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുക. ഒരു അള്ളയും പറഞ്ഞിട്ടില്ല, അള്ളാഹുവും പറഞ്ഞിട്ടില്ല, ഒരു ദൈവവും പറഞ്ഞിട്ടില്ല മനുഷ്യനെ കൊന്നെടുക്കുക, മനുഷ്യനെ ഉപദ്രവിക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി അങ്ങനെ എഴുതിയിട്ടില്ല, ഒരു മതഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടില്ല. ഇവർ എഴുതാത്തതാണ് ഇവർ ചെയ്യുന്നത്, അരുതാത്തത് ഇവർ ചെയ്യുന്നു. അപ്പോൾ ഈ നില എത്ര നാൾ വരെ തുടർന്നു പോകുമെന്നറിയാം. എന്തായിരുന്നാലും ഈജിപ്തിൽ സന്ധ്യ സംഭാഷണം നടക്കുന്നു, നന്നായാൽ നല്ലത്. പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം അർഹിക്കുന്നത് ഹമാസിനായിരിക്കും. ഹമാസ് ആ സന്ധ്യ സംഭാഷണത്തിൽ എന്തെങ്കിലും കൊച്ചു കുണസ്റ്റ് കാര്യങ്ങൾ വയ്ക്കും, അതിനെ ഇല്ലാതാക്കാൻ നോക്കും. വീണ്ടും അനുഭവിക്കാൻ പോണത് പാലസ്തീനികൾ തന്നെയാണ്, തീർച്ച. എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇത്ര തരം താഴ്ന്ന രീതിയിൽ അധംപതിച്ചു പോയതിൽ അതിയായി ഖേദിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങളുടെ ഏത് മുൻനിര മാധ്യമങ്ങളും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ന് എല്ലാ വിവരം കെട്ടും വൃത്തികെട്ട ഭീകരവാദികൾക്കും വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു ശൃംഖലയായി മാറിപ്പോയതിൽ
ലജ്ജിക്കുന്നു. വേറൊന്നും ഇവരെക്കുറിച്ച് പറയാനില്ല. നിങ്ങൾക്കെപ്പോഴും ഹമാസാണ് നിങ്ങളുടെ താരം. നടക്കട്ടെ. ഒരിക്കൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ ഇവരെത്തിക്കഴിയും. നോക്കിക്കോ, അത് മലയാളി ഹമാസുകൾ തന്നെയായിരിക്കും. അതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാം ഇപ്പോൾ ഓരോ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. അനുഭവിക്കുക, അനുഭവിച്ചേ പറ്റൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.